അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ. നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു സഞ്ചാര പുസ്തകമാണ്. ഒരു സാധാരണ സഞ്ചാര പുസ്തകമല്ല. തികച്ചും അസാധാരണമായ വ്യത്യസ്തമായ 10 ദിക്കുകളിലേക്ക് ഒരു മനുഷ്യൻ സഞ്ചരിച്ചതിന്റെ ഓർമ്മ ചിത്രങ്ങളാണ്. ആ സഞ്ചാരകൃതിയിൽ അധികവും ആ പ്രദേശത്തെക്കുറിച്ചല്ല, അവിടുത്തെ ഭൂമിയെക്കുറിച്ചോ അവിടുത്തെ സഞ്ചാര പഥങ്ങളെക്കുറിച്ചോ അല്ല, കൂടുതലും അവിടുത്തെ മനുഷ്യരെ കുറിച്ചാണ്. ആ പ്രദേശത്തിന്റെ ചരിത്രങ്ങൾ, അതിന്റെ സംസ്കൃതി, ഇതൊക്കെ തൊട്ടുപോകുമ്പോഴും വല്ലാതെ മനുഷ്യനെ തൊടുന്ന ഒരു ഭാഷയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. വി വിമൽ റോയ് എഴുതിയ നീർക്കിളികൾക്ക് പാടുമൊരു ദിക്ക് കാണാം എന്ന പുസ്തകമാണ്. സൈന്ധവ ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്ക് സമീപം കല്ലേലി ഭാഗത്തെ താമസക്കാരനായ വിമൽ റോയിയുടെ 2ാമത്തെ പുസ്തകമാണിത്. അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്നും അവധിയെടുത്ത് ഒരു വ്യവസായ സംരംഭകനായി കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഹൃദയം തൊട്ട മൂന്നാർ എന്ന സഞ്ചാരികളുടെ പറുദീസയെക്കുറിച്ച് ഹൃദയം തൊട്ട ഭാഷയിൽ വിമൽ റോയിയുടെ പുസ്തകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആ പുസ്തകം തന്നെ മൂന്നാർ ദ പൊയറ്റിക്കൽ റാപ്സഡി എന്ന പേരിൽ ഇംഗ്ലീഷിലും തർജ്ജമ ചെയ്യപ്പെട്ടു. 2ാമത്തെ പുസ്തകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ലോകത്തിന്റെ 10 സ്ഥലങ്ങളാണത്. മഹാനായ കാറൽ മാർക്സ് അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിന്റെ ശവകുടീരത്തേക്കുള്ള യാത്ര വളരെ ഹൃദ്യമായ ഭാഷയിൽ വിവരിക്കുമ്പോൾ നമ്മളും മാർക്സിന് തൊട്ടടുത്ത് നിൽക്കുന്നു. നമുക്ക് മാർക്സിനെയും ജെന്നിയെയും അവരുടെ പ്രണയത്തെയും തൊടാനാകുന്നു. ONV കുറുപ്പ് പാടിയതുപോലെ, ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു, ഇടിമുഴക്കമായി വിദ്യുൽ കണങ്ങളായി ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു, എവിടെ മനുഷ്യർ ഒന്നുപോൽ വാഴുന്നു അവിടെ നിൻ വാക്ക് കാവലായി നിൽക്കുന്നു. മാർക്സിസം കാലഹരണപ്പെട്ടു എന്ന് പറയുന്നവരോടും ഈ വാക്കുകൾ ഓർമ്മിക്കാൻ കവി ഓർമ്മിപ്പിക്കുക. യഥാർത്ഥത്തിൽ അന്തിയുറങ്ങിയതിനു ശേഷവും തന്റെ കുടുംബത്തെ കാര്യമായി നോക്കാൻ പരാജയപ്പെട്ട മനുഷ്യനായിട്ട് പോലും മാർക്സ് ഓർമ്മയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിമൽ റോയിയുടെയും അത് വായിക്കുമ്പോൾ നമ്മുടെയും ഓർമ്മ. മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ ലണ്ടനിലെ എക്സൽ എക്സിബിഷൻ സെന്ററിൽ നിന്നും പുറത്തിറങ്ങി കേബിൾ കാറിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വിമൽ റോയിയും കൂട്ടുകാരും. ഒപ്പം നമ്മളും പോകുന്നുണ്ട്. ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മതാനുഷ്ഠാനങ്ങളുടെയും വിശുദ്ധ ദേവാലയങ്ങൾ ആഘോഷങ്ങളുടെയും ഉന്മാദത്തിന് ലഹരിയിടങ്ങളായി മാറുന്നതിനെ വിമൽ ഓർക്കുകയാണ്. ഇനി കേരളത്തിലിരുന്ന് നമുക്കും കൂടെ അത് ഓർക്കാൻ കഴിയുമല്ലോ. എങ്കിലും വിമലിന്റെ കൂട്ടുകാരൻ ജനീഷ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കല്ലിൽ കൊത്തിവെച്ച ഒരു പ്രണയ കാവ്യമാണല്ലോ ജഹനാര. ആ ജഹനാരയിലേക്ക് ഇറങ്ങുമ്പോൾ വിമൽ റോയ്ക്കൊപ്പം നമ്മളും വല്ലാതെ സങ്കടപ്പെടുന്നു. ആഗ്ര കോട്ടയുടെ കൽപ്പടവിളറി നടക്കുമ്പോൾ ആകാശത്തു നിന്നും ചീന്തിയെടുത്ത അമ്പിളിക്കീർ പോലെ യമുനാ തീരത്ത് അതാ താജ്മഹൽ പ്രശോഭിക്കുന്നു. എക്കാലത്തെയും പ്രണയത്തിന്റെ സ്മാരക മന്ദിരം. പിന്നെ വിമലും കൂട്ടുകാരും പോകുന്നത് കോളാർ ഖനികളുടെ ഇടത്തേക്കാണ്. ആ ഖനി കണ്ട് വെറുതെ മടങ്ങുകയല്ല. ആ ഖനിയുടെ പിറകിലെ കഥകളാണ്, ഒരുപക്ഷെ ആരും പറയാത്ത കാണാ കഥകളാണ് വിമൽ തേടുന്നത്. ആ കഥകളിൽ ഒരുപാട് വിയർപ്പ് നീരും കണ്ണുനീർ തുള്ളികളുമുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ കണ്ണുനീരാണ്, അവരുടെ വിയർപ്പാണ്, അവരുടെ വിയർപ്പിന്റെ ഉപ്പുരസമാണ് ആ പേജുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വർണ്ണ അയിരിനേക്കാൾ നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ചില പേരുകളുണ്ട്. സഖാക്കളായ നരസിംഹനും വാസനും ഗോവിന്ദനുമൊക്കെയാണ് അവർ. അവരൊരു പക്ഷേ ഒന്നുമായിട്ടുണ്ടാവില്ല. പാർട്ടി ചെങ്കൊടികൾ അധികാരത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ കീഴടക്കുമ്പോഴും ഇത്രയും നിരവധി ആളുകൾ ഒരുപക്ഷെ എവിടെയൊക്കെയോ ശാന്തരായിരിക്കുന്നുണ്ടാകും. പക്ഷേ വിമൽ എഴുതുന്നു, ഇവിടെ നിന്നൊരു പ്രേത നഗരമാണ്. ഇരുട്ടു നിറഞ്ഞ ഭൂമിക്കടിയിൽ പൊട്ടിച്ചിതറിയും ഞെരിഞ്ഞമർന്നും ശ്വാസം മുട്ടിയും മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ ഗതികിടാതെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ട നിസ്വരായ മനുഷ്യരുടെ വിലാപങ്ങളും ഒരു തേങ്ങലായി അന്തരീക്ഷത്തിലാകെ മൂളിക്കേൾക്കുന്നു. അതെ, ഈ പുസ്തകം വായിക്കുമ്പോൾ ഉടനീളം നമുക്ക് സന്തോഷമല്ല, നമുക്ക് ഹർഷമല്ല അനുഭവപ്പെടുന്നത്. നമുക്ക് മനുഷ്യരുടെ വേദനകൾ, വിങ്ങലുകൾ ഒക്കെ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഈ പുസ്തകത്തിന് ഒരു മനുഷ്യന്റെ മുഖമുണ്ട് എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞു. പിന്നീട് നമ്മൾ എത്തിപ്പെടുന്നത് ഗോത്രഗ്രാമമായ ഇടമലക്കുടിയിലേക്കാണ്. ഇടമലക്കുടി നിങ്ങൾക്കറിയാം. ഒരു വികസനവും ഇല്ലാതിരുന്ന ഇടമലക്കുടിയിൽ ഒരു കാലത്ത് വിമൽ റോയ് എത്തിയതും പിന്നീട് അവിടം വർണ്ണാഭമായി മാറിയതും വിജ്ഞാനത്തിന്റെ അക്ഷരത്തിന്റെ വെള്ളി വെളിച്ചങ്ങൾ അവിടേക്ക് നിറഞ്ഞതും ഒക്കെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കുക നിങ്ങൾ ഈ മണ്ണിൽ നാനാതരത്തിൽ നിറങ്ങൾ,
പച്ചയും നീലയും മഞ്ഞയും കാവിയും ചോപ്പും കറുപ്പും വെളുപ്പും നാനാതരത്തിൽ നിറങ്ങൾ എന്ന പരിഷത്തിന്റെ പാട്ടോടുകൂടിയാണ് ആ അധ്യായം സമാപിക്കുന്നത്. തുടർന്ന് ഋതുഭേദങ്ങളുടെ വിസ്മയ കാഴ്ചകളാണ്. ഏകാന്തമായ ഒരു വിസ്മയ കാഴ്ചയായി റോസറി ചർച്ച് വിമലിന്റെ കൂട്ടുകാരുടെയും നമ്മുടെയും മുന്നിൽ തെളിയുകയാണ്. അവിടെ അനശ്വരമായ ഒരു ദേവാലയം കാണുകയാണ്. ഋതുഭേദങ്ങൾ മാറി വരുമ്പോൾ, മനുഷ്യരുടെ ജീവിതം മാറി വരുമ്പോൾ, കാലഘട്ടം മാറി മറിയുമ്പോഴും എന്തുകൊണ്ടോ ഈ ഹൃദ്യമായ കാഴ്ചകൾ മനസ്സിൽ നിറയുന്നു എന്നുള്ളതാണ്. തുടർന്ന് അവർ പുറപ്പെടുന്നത് വാരാണസിയിലേക്കാണ്. ഗംഗയെ തപശാന്തി തീർത്ത സംഗേ എന്ന അധ്യായത്തിൽ നമുക്കറിയാം വാരാണസി MT വാസുദേവൻ നായർ അടക്കം എത്രയോ എഴുത്തുകാരുടെ മനസ്സിലേക്ക് കടന്നുപോയ വാരാണസി. ടി പത്മനാഭൻ തന്റെ വരികളിലൂടെ കുറിച്ച വാക്കുകൾ നമ്മുടെ മനസ്സിൽ പ്രവേശിക്കുന്നു. മൂടൽമഞ്ഞ് മുഖം മറയ്ക്കുന്ന ഒരു തണുത്ത പ്രഭാതത്തിലാണ് വന്ദേ ഭാരത് എന്ന വാഹനത്തിൽ ഈ കൂട്ടുകാർ അവിടെ എത്തുന്നു. അവിടെ അവർ കണ്ട കുരങ്ങ് അവരോട് പറഞ്ഞു, കാട്ടിലെ മരഞ്ചാടി കുരങ്ങല്ല ഞാൻ, നിന്റെ ജ്യേഷ്ഠനാണ്, പൊയ്പോയ കാലത്തിന്റെ സംസ്വാരത്വ രൂപമാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അടുത്ത കാലത്താണ് മഹാനായ ഡാർവിന്റെ ഓർമ്മദിനം നമ്മുടെ മുമ്പിൽ കടന്നുപോയത്. വാരാണസി എന്ന വൈവിധ്യങ്ങളുടെ നാടാണ് വിമൽ കാണുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ കൂട്ടത്തിൽ പല കൂട്ടുകാരും വാരാണസിയിൽ കാണുന്നത് വൈവിധ്യത്തിന്റെയോ ബഹുസ്വരതയുടെയോ കാഴ്ചകളല്ല, ഏക സ്വരത്തിന്റെ ഏക കാഴ്ചയായി അവർ ഇതിനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് തമിഴകത്തെ വിശ്വവിഖ്യാതമായ ചിലപ്പതികാരത്തിലേക്കാണ് വിമൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചിലപ്പതികാരത്തിലെ കണ്ണകിയും മാധവിയും നമ്മുടെ മുമ്പിൽ തെളിയുന്നു. ചിത്ര പൗർണമിയിൽ കാവേരിപ്പൂ പട്ടണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതാ നോക്കൂ, മാധവി നൃത്തം ചെയ്യുന്നു. എന്തൊരു മാസ്മര നൃത്തമാണ്! ആ നൃത്തത്തിൽ എന്തൊക്കെയാണുള്ളത്? പ്രണയമുണ്ട്, സങ്കടമുണ്ട്, വിരഹമുണ്ട്, എല്ലാം തികഞ്ഞ ഒരു നൃത്തം. ആ നൃത്തത്തിൽ നമ്മൾ ലയിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ അടുത്ത സ്ഥലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനായി വിമൽ എത്തുന്നു, വെള്ളിയാങ്കല്ലിലേക്ക്. നമുക്കറിയാമല്ലോ M. മുകുന്ദൻ എഴുതി പിടിപ്പിച്ച വെള്ളിയാങ്കല്ല്, പിന്നീട് സുഭാഷ് ചന്ദ്രൻ പൂരിപ്പിച്ച വെള്ളിയാങ്കല്ല്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും എന്ന മഹാഗുരുവിന്റെ വരികൾ ചേർത്താണ് മനോഹരമായി ഈ അധ്യായം വിമൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ആഴക്കടവിന് നടുവിൽ കണ്ണെത്താ ദൂരത്ത് കര കാണാൻ കഴിയാതെ ഉയർന്നു പരന്നു കിടക്കുന്ന വിദൂര വിസ്മയമായ വെള്ളിയാങ്കല്ല്. ഒരു കപ്പലിനേക്കാൾ വലിപ്പമുള്ള കടൽപ്പാറ, കടലറിയാത്ത, അലയും തെരയും അറിയാത്ത, നെഞ്ചോളം വെള്ളമുള്ള നീന്തൽക്കുളത്തിൽ പോലും നീന്തിയിട്ടില്ലാത്ത ഒരുവൻ വാടകയ്ക്കെടുത്ത ഒരു തോണിയിൽ നടത്തിയ അതിസാഹസികമായ യാത്ര നമുക്ക് നെഞ്ചിടിപ്പോടുകൂടി മാത്രമേ വായിക്കാൻ കഴിയൂ. പക്ഷേ വായിച്ചു തീരുമ്പോൾ ആ പാറ നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. ആ പാറയേക്കാൾ ഒരുപക്ഷെ ഉറച്ചുപോയ നമ്മുടെ ഹൃദയങ്ങളെ അത് അലിയിപ്പിക്കുകയാണ്. മനസ്സ് നിറയെ കരുണ കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കുകയാണ് ഈ അധ്യായം. തുടർന്ന് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അത് അഗസ്ത്യാർകൂടമാണ്. അവിടെയാണ് നീർക്കിളികൾ പാടുന്ന ഒരു ദിക്ക് പ്രതീക്ഷിച്ച് വിമൽ റോയിയും കൂട്ടരും പോകുന്നത്. അഗസ്ത്യകൂടം, മൃതസഞ്ജീവനി പോലും മറഞ്ഞിരിക്കുന്ന മനോഹരമായ പ്രദേശം. അവിടെ ഒരു തീർത്ഥാടനം പോലെ അവർ മുമ്പോട്ട് പോകും. മെല്ലെ മെല്ലെ മല കയറുന്നു. മഴയ്ക്ക് മുന്നേയുള്ള മഞ്ഞിറങ്ങി വഴി മറയ്ക്കാൻ തുടങ്ങിയ സമയത്ത് കണ്ണിന് മുമ്പിൽ കോടമഞ്ഞ് കോട്ട കെട്ടുമ്പോഴും അവരുടെ കണ്ണിൽ ഒരു തിളക്കമുണ്ട്. ആ തിളക്കം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തിളക്കമാണ്. അത് മാനവികതയുടെ തിളക്കമാണ്. ഈ യാത്രകൾ ഉടനീളം മാനവികതയാണ്. ഈ യാത്രകൾ ഉടനീളം കരുണയാണ്, സ്നേഹമാണ്, സൗഹൃദമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഞ്ചാരത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. സൈന്ധവ ബുക്സ് പുറത്തിറക്കി തൊട്ടടുത്ത ദിവസം കരുനാഗപ്പള്ളിയിൽ പ്രൗഢഗംഭീരമായ സദസ്സിൽ പ്രസാദനം നിർവഹിച്ച നീർക്കിളികൾ പാടുമൊരു ദിക്ക് കാണാം. വിമൽ റോയിയുടെ പുസ്തകം ഏറെ സന്തോഷത്തോടെ ഞാൻ ശുപാർശ ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.